നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള T ജംഗ്ഷനുകൾ ചെല്ലും. ഈ T ജംഗ്ഷനുകൾ ചെല്ലുന്ന സമയത്ത് പലർക്കും കൃത്യമായിട്ട് നമുക്ക് ലെഫ്റ്റും പോകേണ്ടതുണ്ട്, റൈറ്റും പോകേണ്ടതുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റും റൈറ്റും പോകേണ്ടുണ്ടാകും. കൃത്യമായിട്ട് ഏത് ഭാഗത്താണ്, കാരണം എല്ലാവരും മുന്നോട്ട് നോക്കുന്ന സമയത്ത് റോഡിലോട്ട് ഇറങ്ങിയ പോലെ അത് തോന്നുന്നത്. അപ്പൊ എങ്ങനെ എവിടെ ഏത് ഭാഗത്ത് നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന് ഏത് ഭാഗത്ത് വരുമ്പോഴാണ് കൃത്യമായിട്ട് ആ ഫ്രണ്ടിലോട്ട് എത്തുക എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇരിക്കുന്ന സീറ്റിനകത്ത് നമ്മൾ രണ്ട് സൈഡിലും ഷോൾഡർ ചരിച്ച് രണ്ട് റോഡിന്റെ ഫുള്ള് സ്ക്രീൻ കാണണം. ആ റോഡ് ഫുള്ളായിട്ട് ഈ സൈഡ് കാണണം, ഈ സൈഡും കാണത്തക്ക പോലെ കൊണ്ട് നിർത്തുമ്പോഴായിരിക്കും ആ വണ്ടി കറക്റ്റ് എൻഡിലാകുക. അല്ലാതെ നമ്മൾ മുൻപോട്ട് നോക്കി കഴിഞ്ഞാൽ അങ്ങേ അറ്റത്ത് ചെയ്യുന്ന പോലെ തോന്നും. ഇപ്പോഴാണ് ആ വണ്ടി കറക്റ്റ് ഈ ലെഫ്റ്റ് സൈഡിൽ എൻഡിലായി നിൽക്കുന്നത്. കാരണം നമുക്ക് രണ്ട് സൈഡും കൃത്യമായിട്ട് കാണത്തക്ക പോലെ നിർത്തിയാൽ മാത്രമേ ഇതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. എന്നിട്ട് നമുക്ക് ലെഫ്റ്റോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലെഫ്റ്റ് ഭാഗമാണ് നമ്മുടെ സൈഡ്. നമ്മൾ ഈ ലെഫ്റ്റ് ഭാഗത്തേക്ക് തന്നെ എന്ത് ചെയ്യണം, കണ്ടില്ലേ, നമ്മുടെ സൈഡ് ഇതായതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്ത് തന്നെ ചേർത്ത് എന്ത് ചെയ്യാം, കൊണ്ടുവരിക. കണ്ടില്ലേ, നമ്മുടെ ഭാഗത്തോട്ട് തന്നെ ഇതുപോലെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു പേടി കൂടാതെ T ജംഗ്ഷനുകളൊക്കെ വരുന്ന സമയത്ത് ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇങ്ങനെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ലെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ള ഒരാളെ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം.